നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ പരിതാപകരമായി നിൽക്കുന്നു. ISL കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ പോസ്റ്റൊക്കെ ഇടുന്ന നമ്മൾ കാണുന്നു, സേവ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിൽ നമ്മുടെ ലീഗ് സൂപ്പർ ലീഗ് കേരള മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കണ്ണൂരിൽ പോയിട്ട് കണ്ണൂർ വാരിയേഴ്സിനെ കുത്തി വളർത്തിയിരിക്കുന്നു തിരുവനന്തപുരം കൊമ്പൻസ്. ഇത് കണ്ണൂരിന് സ്വന്തം മൈതാനത്ത് ഒരു അപ്രതീക്ഷിത തോൽവിയാണ്. കണ്ണൂരിൽ കൊമ്പൻ്റെ കൊലവിളി എന്ന് തന്നെ പറയാം. 3-1 തകർപ്പൻ വിജയമാണ് ഇപ്പോൾ തിരുവനന്തപുരം കൊമ്പൻസ് സ്വന്തമാക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി ബ്രസീലിയൻ താരം ഓട്ടിമർ ബിസ്പോ ഇരട്ട ഗോളുകളാണ് നേടിയത്. കൂടാതെ ഒരു ഗോള് ജാസിം നേടുകയും ചെയ്തു. അങ്ങനെ 3-1 വിജയം. ആശ്വാസ ഗോള് കണ്ണൂരിന് വേണ്ടിയിട്ട് എസിയർ ഗോമസ് ആണ് നേടിയത്. ഇപ്പോൾ 6 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 7 പോയിൻ്റുള്ള തിരുവനന്തപുരം പട്ടികയിൽ 5-ാം സ്ഥാനത്താണ്. ഇത്രയും കളിയിൽ 9 പോയിൻ്റാണ് കണ്ണൂരിനുള്ളത്. അവർ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നു. കളിയുടെ തുടക്കത്തിൽ കണ്ണൂർ ചില ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചടിക്കാനുള്ള ശ്രമം തിരുവനന്തപുരം കൊമ്പൻസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നു. ഏതായാലും ആദ്യ പകുതിയിൽ ഗോളുകളൊന്നും പിറന്നില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കളി മാറി. കളിയുടെ 47-ാമത്തെ മിനിറ്റിൽ ഓട്ടിമർ ബിസ്പോയുടെ ഷോട്ട് കണ്ണൂർ ഗോൾ കീപ്പർ CK ഉബൈദ് തടുത്തിട്ടത് യുവതാരം മുഹമ്മദ് ജാസിം ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. 1-0 തിരുവനന്തപുരം കൊമ്പൻസ് മുന്നിൽ. ഗോൾ മടക്കിയടിക്കാനുള്ള കണ്ണൂരിൻ്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കവേ 69-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഗോൾ അടിക്കുന്നു തിരുവനന്തപുരം. ഇതവണ ഓട്ടിമർ ബിസ്പോ തന്നെയാണ് പന്ത് വലയിലേക്ക് എത്തിച്ചത്. ഇടത് പാർശ്വത്തിലൂടെ മുന്നോട്ടേക്ക് കുതിച്ച ബ്രസീലുകാരൻ റൊണാൾഡോ മെലോയുടെ പാസിൽ നിന്നാണ് ഓട്ടിമർ ബിസ്പോയുടെ ഗോൾ പിറക്കുന്നത്. 2-0 അവർ മുന്നിലെത്തുന്നു. വീണ്ടും കണ്ണൂർ തിരിച്ചടിക്കാൻ തുടരെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കവേ അടുത്ത ഗോളും പിറക്കുന്നു. ഷാഫിയുടെ പാസിൽ നിന്ന് ഓട്ടിമർ ബിസ്പോ അടുത്ത ഗോളും കണ്ടെത്തുന്നു. സോ ബ്രസീലിയൻ താരത്തിൻ്റെ ലീഗിലെ 4ാമത്തെ ഗോളാണ്. എങ്ങനെയും ഗോള് മടക്കിയടിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കവേ ഒരു ആശ്വാസ ഗോൾ ഒടുവിൽ കണ്ണൂർ ഇഞ്ചുറി സമയത്ത് എസിയർ ഗോമസിൻ്റെ ഫ്രീ കിക്കിലൂടെ കണ്ടെത്തി. 14,885 കാണികൾ ഗാലറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും തകർപ്പൻ വിജയം നേടിക്കൊണ്ട് തിരുവനന്തപുരം കൊമ്പൻസ് കണ്ണൂരിനെ ഞെട്ടിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.